നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. 2018 മഹാപ്രളയത്തിന് സമാനം ഭീതിതമായ കാഴ്ചകളാണ് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും. സംസ്ഥാനത്ത് തുടരുന്ന കനത്ത മഴ, പ്രളയസമാന സാഹചര്യമാണ് പല സ്ഥലങ്ങളിലും. നദികൾ കരകവിഞ്ഞൊഴുകുന്നു. പല ഡാമുകളും ഇതിനകം തന്നെ തുറന്നുവിട്ടു. വ്യാപകമായ മണ്ണിടിച്ചിൽ, ജനജീവിതം ദുസ്സഹമാകുന്ന കാഴ്ച. 10 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. ഇപ്പോൾ തന്നെ പ്രളയ സമാന സാഹചര്യം നേരിടുന്ന മേഖലകളിൽ അതിശക്ത മഴ കൂടി പെയ്തിറങ്ങുന്നതോടെ കാര്യങ്ങൾ നിയന്ത്രണാതീതമാകും. പത്തനംതിട്ട ജില്ലയിലാണ് കേരളത്തിൽ ഏറ്റവും അധികം വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്നത്. ചെങ്ങന്നൂർ, ആറന്മുള, റാന്നി തുടങ്ങിയ പ്രദേശങ്ങൾ പലതും ഇതിനകം തന്നെ വെള്ളത്തിനടിയിലാണ്. പമ്പയിലും മണിമലയാറ്റിലും ജലനിരപ്പ് ഉയർന്നു. ആ മേഖലകളിൽ വലിയ തോതിലുള്ള വെള്ളപ്പൊക്കമാണ് അനുഭവപ്പെടുന്നത്. പലരും തങ്ങളുടെ വീടുകളിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ വീട്ടുമുറ്റത്തും പരിസര പ്രദേശങ്ങളിലൊന്നും വെള്ളമുണ്ടായിരുന്നില്ല. എന്നാൽ പുലർച്ചയോടെ മുറ്റത്തും മുറിക്കുള്ളിലും വെള്ളം കയറിയ അവസ്ഥ. 2018 മഹാപ്രളയത്തിന് സമാനമാണ് ഇപ്പോൾ പല സ്ഥലങ്ങളിലും അനുഭവപ്പെടുന്ന പ്രളയം. കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന ഭയമാണ് പത്തനംതിട്ട ജില്ലയിലെ പല ഭാഗങ്ങളിലും. രക്ഷാപ്രവർത്തനത്തിനായി കൊല്ലത്ത് നിന്ന് 10 മത്സ്യബന്ധന വള്ളങ്ങളും 40 തൊഴിലാളികളും പത്തനംതിട്ടയിലെത്തി. ആറന്മുളയിൽ സ്ഥിതി ഭയാനകം. പല വീടുകളും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. കിടപ്പ് രോഗികളെയും വയോധികരെയും അടിയന്തരമായി മാറ്റിപ്പാർപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. വീട് വിട്ടുപോരാൻ ചിലർ കാണിക്കുന്ന വിമുഖത രക്ഷാപ്രവർത്തനത്തിന് വലിയ തടസ്സമായി മാറുന്നു. ചെങ്ങന്നൂരിൽ ഇതിനകം തന്നെ 10-ലധികം ക്യാമ്പുകൾ തുടങ്ങി. വെള്ളപ്പൊക്കമുണ്ടായ മേഖലകളിൽ കുടിവെള്ളക്ഷാമം അതിരൂക്ഷം. റാന്നി, ഇട്ടിയപ്പാറ ടൗൺ, പേട്ട, പെരുമ്പുഴ, വടശ്ശേരിക്കര ഭാഗങ്ങളിലെല്ലാം വെള്ളം കയറിയപ്പോൾ കിണറുകളുടെ അടിത്തട്ടിൽ മലിനജലം അടിഞ്ഞുകൂടി. വ്യാപകമായി നദികളിലെ ജലം കിണറുകളിലെത്തിയതാണ് ഇപ്പോൾ ശുദ്ധജലക്ഷാമത്തിന് കാരണം. കിണറുകളൊക്കെ കോരി ശുദ്ധിയാക്കിയാൽ മാത്രമേ ഇനി ശുദ്ധജലം ലഭിക്കൂ. അതിനുള്ള സാഹചര്യം ഇപ്പോഴില്ല. പല സ്ഥലങ്ങളിലും കിണറുകളടക്കം വെള്ളം കയറി മൂടിയ നിലയിൽ. ആറുകളിലും തോടുകളിലുമൊക്കെ വെള്ളം നിറഞ്ഞു കവിഞ്ഞൊഴുകുകയാണ്. മഴ കനക്കുന്നതോടെ വീണ്ടും വെള്ളം കയറുമെന്ന ആശങ്കയിൽ ജനങ്ങൾ. കിണർ ഇറക്കുന്ന തൊഴിലാളികളുമായി ബന്ധപ്പെട്ടാൽ അവരെ കിട്ടാനില്ല. പുറംനാടുകളിൽ നിന്ന് ആളുകളെ എത്തിക്കുക മാത്രമാണ് പോംവഴി. പമ്പയാറ്റിൽ മലിനജലം ഒഴുകുന്നതിനാൽ റാന്നി മേഖലയിൽ നിലവിലുള്ള പദ്ധതികളിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പഴകുളം മധു MLA പറയുന്നു. അങ്ങാടി പദ്ധതിയിലും വെള്ളം വിതരണം ചെയ്യാൻ കഴിയുന്നില്ല. ഇനി കിണറുകളിലെയും പമ്പ് ഹൗസുകളിലെയും മോട്ടോറുകളുടെ തകരാർ പരിഹരിക്കേണ്ടതുണ്ട്. ഒഴുകിയെത്തുന്നത് നദികളിലെ ജലം മാത്രമല്ല, കടുത്ത മാലിന്യവും. ഓരോ പ്രളയത്തിലും റാന്നിയിൽ ഒഴുകിയെത്തുന്നത് ടൺ കണക്കിന് മാലിന്യമാണ്. കെട്ടിടങ്ങളുടെ മറവുകളിലേക്ക് വലിച്ചെറിയുന്ന മാലിന്യങ്ങളെല്ലാം ഇപ്പോൾ പ്രളയത്തിൽ റാന്നി പോലുള്ള മേഖലകളിൽ വന്നടിയുന്നു. പത്തനംതിട്ട അച്ചൻകോവിലാറിൽ ഇപ്പോൾ ഓറഞ്ച് അലർട്ട് പുറപ്പെടുവിച്ചു. എറണാകുളം മൂവാറ്റുപുഴ ആറിലും ഓറഞ്ച് അലർട്ട് നിലവിലുണ്ട്. മീനച്ചിൽ, മണിമലയാറുകൾ കരകവിഞ്ഞൊഴുകുന്നു. ഓറഞ്ച് അലർട്ടാണ് ഇപ്പോൾ ജലസേചന വകുപ്പ് നൽകിയിരിക്കുന്നത്. മൂഴിയാർ അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറന്നതോടെ പമ്പയാറിലും കക്കാട്ടാറിലും ജലനിരപ്പ് ഉയർന്നു. മൂഴിയാർ അണക്കെട്ടിന്റെ ഒരു ഷട്ടർ 15 സെന്റിമീറ്റർ ഉയർത്തിയതിനെ തുടർന്ന് പമ്പയാറ്റിലേക്ക് ചെളി കലർന്ന വെള്ളം ഒഴുകിയെത്തുകയാണ്. നിലവിൽ ആറ്റിൽ വെള്ളം വളരെ കൂടുതലായതുകൊണ്ട് പരിസരവാസികൾ വളരെ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ പറഞ്ഞു. റാന്നി മാമു ജംഗ്ഷനിലെ 24 മണിക്കൂറും പ്രവർത്തിച്ചിരുന്ന സ്വകാര്യ ആശുപത്രിയിൽ വെള്ളം കയറി ചികിത്സാ ഉപകരണങ്ങളും ബെഡുകളുമൊക്കെ നശിച്ചു. റാന്നിയിൽ നിന്നുള്ള മലവെള്ളത്തിന് പുറമെ മൂഴിയാർ ഡാം കൂടി തുറന്നതോടെ കാര്യങ്ങൾ നിയന്ത്രണത്തിനപ്പുറമാണ്. ഡാമിൽ നിന്ന് കൂടുതൽ വെള്ളം ഒഴുകിയെത്തുമെന്നതിനാൽ ആറന്മുളയുടെ വിവിധ ഭാഗങ്ങളിൽ ജലനിരപ്പ് ഇനിയും ഉയരുമെന്നാണ് സ്ഥലം MLA പറയുന്നത്. നിലവിൽ വീടുകളിൽ കുടുങ്ങിക്കിടക്കുന്നവർ എത്രയും പെട്ടെന്ന് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണം. NDRFിൻ്റെയും മത്സ്യബന്ധന ബോട്ടുകളുടെയും സഹായത്തോടെ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കുകയാണ്. ഒരടി കൂടി വെള്ളമുയർന്നാൽ പാല ഉൾപ്പെടെയുള്ള കോട്ടയം ജില്ലയുടെ പല മേഖലകളും 2018 പ്രളയത്തിന് സമാനമാകും. നഗരത്തിലും പടിഞ്ഞാറൻ മേഖലകളിലും അതിശക്തമായ മഴ തുടരുകയാണ്. നട്ടാശ്ശേരി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ പ്രളയഭീതിയിൽ. പാല, ഈരാറ്റുപേട്ട ഭാഗങ്ങളിൽ നിന്നുള്ള മലവെള്ളം മീനച്ചിലാറിലൂടെ നഗരമേഖലയിലേക്ക് കുതിച്ചെത്തുന്നു. പല വീടുകളും ഇപ്പോൾ 3/4 ഭാഗത്തോളം വെള്ളത്തിൽ മുങ്ങിയ നിലയിൽ. ഒരടി കൂടി വെള്ളമുയർന്നാൽ സ്ഥിതിഗതികൾ 2018 സമാനമാകും. നാട്ടുകാർ കൂട്ടത്തോടെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറുകയാണ്. തിരക്കിട്ട് ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ശുചിമുറിയോ മറ്റടിസ്ഥാന സൗകര്യങ്ങളോ ഇപ്പോൾ ലഭ്യമല്ല. പത്തനംതിട്ട, കോട്ടയം ജില്ലകൾക്ക് പുറമെ ഇടുക്കി ജില്ലയിലും അതിശക്തമായ മഴ ഇപ്പോൾ തുടരുന്നു.
മലങ്കര ഡാമിലെ ജലനിരപ്പ് റെഡ് അലർട്ട് പരിധി കടന്ന് 41.30 മീറ്ററിലേക്കെത്തി. നിലവിൽ 5 ഷട്ടറുകൾ 50 സെന്റിമീറ്റർ വീതം ഉയർത്തിയിട്ടുണ്ട്. ഡാം സംഭരണശേഷിയോട് അടുക്കുന്നതിനാൽ ഇവ ഘട്ടം ഘട്ടമായി 1.5 മീറ്റർ വരെ ഉയർത്തുമെന്നാണ് അധികൃതർ പറയുന്നത്. തൊടുപുഴ, മൂവാറ്റുപുഴ ആറുകളിലെ ജലനിരപ്പ് അപകടകരമായ സ്ഥിതിവിശേഷത്തിലേക്ക് ഉയർന്നു. താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിലേക്ക് വെള്ളം ഇരച്ചു കയറുന്ന അവസ്ഥ. എറണാകുളം ജില്ലയിലും സമാനമാണ് സാഹചര്യം. ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇടുക്കി ജില്ലയിലെ മലയോര പ്രദേശങ്ങളിൽ ഇപ്പോൾ പൂർണ്ണമായി ഗതാഗതം സ്തംഭിച്ചിരിക്കുകയാണ്. ശക്തമായി മഴ തുടരുന്ന സാഹചര്യത്തിൽ ദേശീയപാത 85 നേര്യമംഗലം മുതൽ അടിമാലി വരെ ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചു. ജില്ലയിൽ വിനോദസഞ്ചാര പ്രവർത്തനങ്ങൾ മുഴുവൻ നിർത്തിവച്ചിരിക്കുന്ന സാഹചര്യമാണ്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളൊക്കെ അപകടകരമായ സാഹചര്യത്തിലൂടെ കടന്നുപോകുന്നു. കൃഷിനാശവും വെള്ളപ്പൊക്കവും ഇപ്പോൾ കാർഷിക മേഖലയെ മുഴുവൻ ബാധിച്ചിരിക്കുന്നു. ഓണവിപണി ലക്ഷ്യമിട്ട് കൃഷി ചെയ്തിരുന്ന ഏത്തവാഴകൾ ഉൾപ്പെടെ കൂട്ടത്തോടെ നശിക്കുന്നു. ഒരു വശത്ത് റാന്നിയിൽ വെള്ളമിറങ്ങുമ്പോൾ ആറന്മുള പോലുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുന്നത് കൂടുതൽ ആശങ്ക പരത്തുന്നു. ഡാമുകൾ തുറക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നതുകൊണ്ട് തീരപ്രദേശങ്ങളിലുള്ളവർ വലിയ ജാഗ്രതയിലാണ്. കോഴിക്കോട് കണ്ണാടിക്കൽ 200ഓളം വീടുകളിൽ വെള്ളം കയറി. കോഴിക്കോട് നഗരത്തോട് ചേർന്ന കണ്ണാടിക്കൽ, പറമ്പിൽ ബസാർ മേഖലകളിൽ പൂനൂർ പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് 200ഓളം വീടുകളിൽ വെള്ളം കയറി. മലപ്പുറത്ത് സ്ഥിതി ഏറെ ഭയാനകം. മലപ്പുറം ജില്ലയിൽ വിവിധയിടങ്ങളിൽ മണ്ണിടിച്ചിൽ റിപ്പോർട്ടുകളുണ്ട്. പാണക്കാട് കുന്നിന്റെ ഒരു വശം പൂർണ്ണമായി റോഡിലേക്ക് ഇടിച്ചു വീണതിനെ തുടർന്ന് പരപ്പനങ്ങാടി നാടുകാണി സംസ്ഥാന പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. സ്വകാര്യ കമ്പനിയുടെ ഖനന പ്രവർത്തനങ്ങളാണ് മണ്ണിടിച്ചിലിന് കാരണമെന്ന് പ്രദേശവാസികൾ പറയുന്നു. മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയുടെ വസതിയുടെ തൊട്ടടുത്താണ് ഇപ്പോൾ വലിയ മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. പാണക്കാട് എടൈപ്പാലത്തിന് സമീപം കരുവാക്കുണ്ടിലാണ് മണ്ണിടിച്ചിൽ. സംസ്ഥാന പാതയിലേക്ക് മണ്ണിടിഞ്ഞു വീണു. രാവിലെ ഇവിടെ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് റിപ്പോർട്ടിങ്ങിനായി മാധ്യമപ്രവർത്തകർ അടക്കം 100ഓളം പേർ നിൽക്കുമ്പോഴാണ് വീണ്ടും മണ്ണ് താഴേക്ക് പതിച്ചത്. മണ്ണിടിയുന്നത് കണ്ട് ആളുകൾ ഓടി മാറിയതിനാൽ അപകടമൊഴിവായി. ചിലർക്ക് ഓടുന്നതിനിടയിൽ വീണ് പരിക്കേറ്റിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും അത്യന്തം അപകടകരമായ സ്ഥിതിവിശേഷമാണ് ഇപ്പോഴുള്ളത്. പത്തനംതിട്ട ജില്ലയിൽ പ്രളയ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. നദികളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം. മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും അതീവ ജാഗ്രത പുലർത്തണം. കേരളം കടന്നുപോകുന്നത് ഏറ്റവും കയ്പേറിയ മണിക്കൂറുകളിലൂടെയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈറ്റ്.